സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ കിച്ചൺ കബേർഡ് അത്യാവശ്യത്തിന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമ്മുടെ കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ട, നമ്മൾ വർക്കിംഗ് വുമനാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ജോലിയുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം, നമ്മുടെ കിച്ചൺ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ഈസിയാണ് അല്ലയോ കുക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുക്കാതെ നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം അല്ലേ. ഒരു നിശ്ചിത ടൈം മാത്രമേ ഞാൻ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിക്കുക. കാര്യം എൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ എനിക്ക് രാവിലെ കിച്ചൺ ജോലികൾ തീരുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ തീർക്കാൻ ശ്രമിക്കും. രാവിലെ തന്നെ ഒരു 10-10:30 എൻ്റെ കിച്ചണിലെ പണികളെല്ലാം ഞാൻ തീർക്കും. അത് കഴിഞ്ഞായിരിക്കും ഞാൻ മിക്കവാറും കുളിക്കാനൊക്കെ പോകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ തീർക്കണം എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ചിട്ടായ അടുക്കള വേണം, ചിട്ടായ സാധനങ്ങൾ വെച്ചിരിക്കണം, നമുക്ക് എടുക്കാൻ പാകത്തിൽ തന്നെ സാധനങ്ങൾ കീപ്പ് ചെയ്യണം അല്ലേ. നമ്മൾ നിന്ന് കറങ്ങുകയും തിരിയുകയും ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റാവും. അതുപോലെ തന്നെ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല അല്ലയോ. അപ്പോൾ കുറച്ച് സമയം മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് നമുക്ക് ഇരിക്കാൻ ഒരു കസേര കൂടി കിച്ചണിൽ കരുതുക. കാര്യം പ്രായം ആകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് 2 മണിക്കൂർ കൂടുതൽ നിൽക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇരിക്കാറുണ്ട്. ആ സമയത്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്നത് ഒക്കെ ചെയ്യുന്നത് ആ ടൈമിലാണ്. അപ്പോൾ നമുക്ക് എന്നും ഒരുപോലെ ഇരിക്കാൻ പറ്റത്തില്ല, ഒരുപോലെ നിൽക്കാനും പറ്റത്തില്ല, ഒരുപോലെ എല്ലാം ചെയ്യാനും പറ്റത്തില്ല. ഒരു സ്ത്രീക്ക് പല ഡ്യൂട്ടീസ് ഉണ്ടല്ലേ. നമ്മളെല്ലാ ഡ്യൂട്ടീസും ചെയ്യുന്നുണ്ട്. ഈവൻ ഇഫ് വി ആർ എ ഹൗസ് വൈഫ്, വി ഹാവ് ടു ഡു എവറി ഡ്യൂട്ടി അല്ലയോ. ഈവൻ ഇഫ് വി ആർ ഹോം മേക്കർ, വി ഹാവ് ടു ഡു. ഈവൻ ഇഫ് വി ആർ വർക്കിംഗ്, വി ഹാവ് ടു ഡു. അപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാൻ ഹെഡ് ചെയ്ത് എല്ലാം തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കുകയും നമ്മൾ ഒരുപാട് സമയം കിച്ചണിൽ നിന്ന് കറങ്ങാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. എല്ലാവർക്കും നമ്മുടെ കിച്ചൺ നല്ല സുന്ദരമാക്കി അല്ലെങ്കിൽ സുന്ദരിയാക്കി വെച്ചേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. എനിക്ക് എൻ്റെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കണം. അതുകൊണ്ട് ഞാൻ ഒരുപാട് എഫർട്ട് എൻ്റെ കിച്ചണിന് വേണ്ടി സ്പെൻഡ് ചെയ്യും കേട്ടോ. ടൈം ആയാലും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന എൻ്റെ കിച്ചൻ്റെ അകത്താണ്. രാവിലെ കുറച്ച് സമയം തീർച്ചയായിട്ടും എൻ്റെ കിച്ചൻ്റെ അകത്ത് തന്നെ ഞാനുണ്ടാവും. അതേ കണക്ക് വലിച്ചു വാരിയിട്ടേക്കുന്ന ഒരു കിച്ചണിലാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം നിന്ന് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടില്ല അല്ലയോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരട്ടെ ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എൻ്റെ കിച്ചൺ കബേർഡ്. ഈ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് പ്ലേറ്റ്സ് വെച്ചേക്കും കേട്ടോ. കുറച്ച് പ്ലേറ്റ്സുകളെന്ന് വെച്ചാൽ ഞാൻ ദിവസം എടുക്കാത്ത കുറച്ച് പ്ലേറ്റ്സുകളാണ് ഇവിടെ ഇരിക്കുന്നത്. കാര്യം എന്നും എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കബേർഡിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു കബേർഡാണ് കേട്ടോ. ഈ കബേർഡിൻ്റെ അകത്ത് കുറച്ച് സ്നാക്സും റേസൻസും ഓട്സ്, പിന്നെ ചോക്ലേറ്റ്, മിൽക്ക് ഷേക്കിനുള്ള കാര്യങ്ങൾ, ഇൻഗ്രീഡിയൻസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ വലിയ കണ്ടെയ്നേഴ്സിൽ റൈസ് ഫ്ലവർ, വീറ്റ് ഫ്ലവർ, റെഡ് ചില്ലീസ്, ലെൻറ്റിൽസ് അങ്ങനെയെല്ലാം ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. താഴെ ഇരിക്കുന്ന ബോട്ടിൽസ് എല്ലാം കുപ്പികളാണ് കേട്ടോ. കുപ്പി ബോട്ടിൽസിൽ ഞാൻ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈസിയറായിട്ട് അറിയാം എവിടെ ഇരിക്കുന്നു, ഏതെല്ലാം തീർന്നു എന്നുള്ളത്. ഈ ഒരു കബഡിൽ അതുപോലെ തന്നെ ചിയ സീഡ്സ്, കോഫി, ഫ്രയംസ്, തേയില, വിവിധ തരം തേയില, ഷുഗർ, കോഫിപ്പൊടി അങ്ങനെയുള്ളതെല്ലാം ഞാനിവിടെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കബഡിൽ ഞാൻ വെച്ചേക്കുന്നത് കുറച്ച് എംപ്റ്റി കണ്ടെയ്നേഴ്സും ബോട്ടിൽസും ഉണ്ട്. പിന്നെ ഡ്രൈ ഹെർബ്സ് ഉണ്ട്, സോൾട്ട്, വിവിധ തരം സോൾട്ടുകളുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ പൊട്ടിക്കാത്തതെല്ലാം ഞാൻ ഈ ഒരു കബഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വാങ്ങുമ്പോൾ നമുക്ക് എല്ലാ സാധനവും അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഈസിയറാണ് കബഡിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ബാക്കിയുണ്ട്, എന്തെല്ലാം വാങ്ങണം, നെക്സ്റ്റ് ടൈം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ അവെയർഡാവും. അല്ലെങ്കിൽ മറന്നു പോകും അല്ലേ. അപ്പം
ഡേറ്റ് നോക്കിയും സാധനം വാങ്ങാൻ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴും നമ്മൾ ഡേറ്റ് നോക്കണം. കാര്യം ലാസ്റ്റ് മന്തിൽ വാങ്ങിച്ച സാധനം നമ്മൾ ബാക്കിലോട്ടായാലും അത് മുമ്പോട്ട് വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് തീർക്കാൻ ശീലിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേസ്റ്റേജ് വരില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ടിപ്സ് നമ്മളെ സ്പെൻഡിങ് കോസ്റ്റ് തീർച്ചയായിട്ടും കുറയ്ക്കും കേട്ടോ. ഞാൻ ഒരു വലിയ ഷോപ്പിംഗ് വൺസ് എ മന്ത് ചെയ്യും, പിന്നെ എല്ലാ വീക്കിലിയും ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ബഡ്ജറ്റ് നമുക്ക് അറിയാൻ പറ്റും, അല്ലയോ? 3 പേര് അല്ലെങ്കിൽ 2 പേരുള്ള ഫാമിലിയിൽ എന്തുമാത്രം ഷോപ്പ് ചെയ്യണം, എന്തുമാത്രം ബാക്കി ഉണ്ടാവും, എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ വാങ്ങണ്ട എന്നുള്ള ഒരു ലിസ്റ്റ് കൂടി നിങ്ങൾ തയ്യാറാക്കി തന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകുക. ആ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ശീലിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മണി സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കാണുന്ന എല്ലാ സാധനവും വാങ്ങും. മുമ്പൊക്കെ ഞാനിതേപോലെ, എനിക്കും അറിയത്തില്ലായിരുന്നു, കാണുന്ന എല്ലാ സാധനവും ഒരുപാട് വാങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ 2 പേരാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസും ചെയ്യുന്ന ആവശ്യമില്ല, ഒരുപാട് കുക്കും ചെയ്യുന്നില്ല, എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ ലിസ്റ്റ് തയ്യാറാക്കാം ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ. എന്നിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു വയ്ക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയറാവും, ലൈഫ് ഈസിയറാവും. അതുപോലെ തന്നെ അടുക്കും ചിട്ടയുമുള്ളൊരു കിച്ചണാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ വൺസ് എ മന്ത് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇല്ല എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്റ്റോക്ക് എടുക്കാനും നമുക്ക് പറ്റും. കാര്യം നമുക്കറിയാലോ, അപ്പോൾ തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, നാളത്തെ ഷോപ്പിംഗ് എന്തരാകണം, എന്തൊക്കെ വാങ്ങണമെന്നുള്ളത്. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye.